പെൺകുട്ടിക്ക് ആങ്ങള കൊടുത്ത ഒരു സർപ്രൈസ് കേക്കും അതുപോലെ തന്നെ അമ്മ അച്ചൂട്ടിക്ക് കൊടുത്ത ഒരു സർപ്രൈസ് കേക്കും രണ്ടിൻ്റെ ഡിസൈനാണ് നമ്മൾ കാണുന്നത്. പെൺകുട്ടിക്ക് വേണ്ടിയിട്ടേ വാനിലയും റെഡ് വെൽവെറ്റും ചേർന്നൊരു കേക്കാണ് സെലക്ട് ചെയ്തത്. നാത്തൂൻ്റെയും കൂടി ബർത്ത്ഡേ ഒരാഴ്ച മുമ്പ് വേറെ എവിടെയോ വെച്ചവർ സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ ദിവസം വന്നപ്പോൾ ആങ്ങള പറഞ്ഞു, നേരത്തെ സെലിബ്രേറ്റ് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ എന്ത് സെലിബ്രേഷനാണ്, എപ്പോഴൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. തലേ ദിവസം വിളിച്ച് കേക്കിന് ഓർഡർ തന്ന കാര്യമൊന്നും പെൺകുട്ടി അറിഞ്ഞില്ല. എന്തായാലും കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അളിയനും കൂടെ വൈകുന്നേരം ആയപ്പോൾ പുറത്തൊന്ന് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും വെളിയിൽ ചാടി. അങ്ങനെ നമ്മുടെ വാനില റെഡ് വെൽവെറ്റ് കേക്ക് നന്നായി തണുപ്പിച്ചെടുത്തതിന് ശേഷം ചൂട്ടിലും മുകളിലൊക്കെ ഒരു ചെറിയൊരു നോസിൽ വർക്കും കൂടി കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ചെറിയ നോസിൽ വർക്കൊക്കെ കൊടുത്ത് ഫൈനൽ ഡെക്കറേഷനിലേക്ക് വന്നു. ഡിസൈനൊക്കെ അവർ നേരത്തെ അയച്ചു തന്നിരുന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു. പിന്നെ ഒരു ഫോട്ടോ പ്രിൻറ്റും കൂടെ വെച്ച് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ റെഡിയാക്കി എടുത്തു. ഫോട്ടോ പ്രിൻറ്റും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കേക്ക് റെഡിയാക്കി എടുത്തു. ഫോട്ടോ പ്രിൻ്റൊക്കെ വെച്ചു കേക്കൊക്കെ റെഡിയാക്കി എപ്പോഴേക്കും നമ്മുടെ കേക്ക് എടുക്കാനായിട്ട് ആൾക്കാർ എത്തിക്കഴിഞ്ഞു. അങ്ങനെ അവർ വരുന്ന സമയത്താണ് ഫോട്ടോ പ്രിൻ്റ് വെച്ച് കേക്ക് റെഡിയാക്കി എടുത്തത്. അപ്പോൾ ഈ കേക്കിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി എഴുതി കൊടുത്തിരുന്നു. ഇതാണ് പെൺകുട്ടി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതാണ് അമ്മയുടെ അച്ചുവിന് കൊടുത്ത സർപ്രൈസ് കേക്ക്. തലേ ദിവസമൊന്നും കേക്കിന് ഓർഡർ തന്നില്ല. അക്ഷയ് എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. കേക്കൊന്നും വേണ്ടാന്ന്, വലിയ സെലിബ്രേഷനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും പുള്ളി ഒരു മൂഡ് ഓഫായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ആയിട്ടും കേക്കിൻ്റെ ഒരു ഓർഡറൊന്നും ഇല്ലയെന്ന് തോന്നി. വൈകുന്നേരം ആയപ്പോൾ കേക്ക് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് വൈകുന്നേരം ചുമ്മാ അങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ച്, മുത്തശ്ശി അവിടെയുണ്ട് കാണണമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വിളിച്ച് ചെന്നപ്പോഴാണ് സർപ്രൈസായിട്ട് ഈ കേക്ക് കാണുന്നതും. അമ്മ അങ്ങനെ അച്ഛനൊരു സർപ്രൈസായിട്ട് കൊടുത്ത കേക്കാണിത്. അപ്പം ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഡിസൈൻ ഇതിന് മുമ്പ് ഇങ്ങനൊരു ഡിസൈൻ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.